ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ പ്രിയ ലാലേട്ടൻ്റെ സൂപ്പർ മൂവി ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനത് കണ്ടിട്ട് നിങ്ങളിലേക്ക് റിവ്യൂ എത്തിക്കാൻ ഓടിപ്പാഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പം മൂവിയുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നേര്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരായിട്ടുള്ള റിവ്യൂ വേണമല്ലോ ഇടാൻ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഴയ റിവ്യൂസ് ഒക്കെ ഫേക്ക് ആയിട്ട് ഇട്ടെന്നല്ല പറഞ്ഞത്, നേരായിട്ട് തന്നെ ഇട്ടിട്ടുള്ളതാണ്. ഇത് ജിത്തു ജോസഫ് ഫിലിം, ലാലേട്ടനാണ് ലീഡിങ് റോൾ. നല്ല മൂവി എന്ന് ഓൾ ടോട്ടൽ നമുക്ക് പറയാം. ഗുഡ് ഫീൽ മൂവി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എ കോർട്ട് റൂം ഡ്രാമ. ഇംഗ്ലീഷ് ഇങ്ങോട്ട് കടിച്ച പൊട്ടുന്നില്ല. പക്ഷെ ഒരു കോർട്ട് റൂമിൽ നടക്കുന്ന ഒരു കേസിന്റെ ട്രയലാണ് ഇവിടെ കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ലാലേട്ടന്റെ ഈ വേഷം, അതായത് ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ഈ വേഷങ്ങൾ ഇതിനു മുമ്പും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് പഴയ സിനിമകളുമായിട്ട് ഈ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ഈ വക്കീൽ വേഷത്തിന് ചില റിസംബ്ലൻസ് തോന്നിയേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മൂവിയെ കുറിച്ച് പറയാനുള്ളത്, ഇതിനകത്ത് അനശ്വര രാജൻ എന്ന് പറഞ്ഞ നടിയുടെ സൂപ്പർ ആക്ടിങ് നമുക്ക് കാണാൻ സാധിക്കും. സൂപ്പർ ആക്ടിങ് ഇൻ ദ സെൻസ്, അല്ലെങ്കിൽ അതൊരു പ്രത്യേക രീതിയിലുള്ള ആക്ടിങ് ആണ്. നമുക്കതിനെ ഒരു ഭയങ്കര വാവ് ഫീലിംഗ് നമുക്ക് വെക്കാൻ പറ്റില്ല അതിനകത്ത്. വാവ്, മാർവലസ്, ഫാന്റാസ്റ്റിക് അല്ല, വേറെ തലത്തിൽ ആ കുട്ടി ആക്ട് ചെയ്ത് കളഞ്ഞു. ആ കുട്ടിക്ക് കിട്ടാവുന്ന ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കണം ഈ ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയാമണി, അവന് നല്ല സുന്ദരിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ കാണാനും അഭിനയത്തിലും പഴയ അതേ ആ ഒരു വൈബ്രൻസി വി ക്യാൻ സീ ഇൻ ദാറ്റ് മൂവി ഇൻ ഹെർ. അപ്പൊ അതോടൊപ്പം സിദ്ദിഖ് സൂപ്പർ ആക്ടിങ് തന്നെയാണ്. ഗണേഷ് കുമാർ, അങ്ങനെ കുറെ അധികം, പിന്നെ നമ്മുടെ ജഗദീഷ്, അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ട് അതിനകത്ത്. പക്ഷെ ഇതിന്റെ ഒരു കഥ നോക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതിനു മുമ്പ് കോർട്ട് റൂം ഡ്രാമ ഇറങ്ങിയിട്ടുണ്ട്, പൃഥ്വിരാജിന്റെ ജനഗണമന. അദ്ദേഹം കട്ടിയായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇറക്കിയിട്ട് നമ്മളിങ്ങനെ രോമകൂപങ്ങളെ എഴുന്നേപ്പിച്ച് ഡയലോഗ് കാച്ചിയ ഒരു മൂവിയായിരുന്നു ജനഗണമന. പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ ജിത്തു ജോസഫ് ഫിലിമിനകത്ത് ദൃശ്യം ലെവൽ ആണെന്നും പ്രതീക്ഷിക്കരുത്. ഒന്നും പ്രതീക്ഷിക്കാതെ പോയി കാണുക. ഇതൊരു വെറൈറ്റി തീമാണ്. പിന്നെ ഒരു നല്ലൊരു മോട്ടിവേഷണൽ തീം ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. എന്നിലേക്ക് അത് എത്തിച്ചു. കാരണം നീതി കിട്ടാതെ പോകുന്ന ഒരു വാദി, അല്ലെങ്കിൽ നീതി കിട്ടാതെ പോകുന്ന ആൾക്കാരുടെ ഫൈറ്റ്, അവരോടൊപ്പം നിൽക്കുന്ന അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ലോയേഴ്സ്, അവർക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാര്, അവരെയൊക്കെ മറുകണ്ഠം ചാടിക്കടന്ന് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ ഓരോ ഇരകൾക്കും നീതി ലഭിക്കുന്നതെന്ന് കൂടി കാണിച്ചു തരികയാണ് ഈ മൂവി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറൊന്നുമല്ല, എന്തെല്ലാം കടമ്പകൾ, ട്രൂ ടു ദ, നമുക്ക് പലപ്പോഴും നമുക്ക് റിയൽ ലൈഫുമായിട്ട് ടച്ച് ഉണ്ടോ എന്ന് തോന്നിപ്പോവാ. ഈ മൂവിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. നേരെന്ന് പറയുമ്പോൾ സത്യം അല്ലെ, ചേസിങ് ട്രൂത്ത്. അപ്പൊ ആ ട്രൂത്തിലേക്കുള്ള സത്യാന്വേഷണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. മേ ബി ഒരു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ 2-3 ദിവസം വാർത്തയും ഇതൊക്കെ ആയിട്ട് ഒരുപാട് സാദൃശ്യമുണ്ടോ നമുക്ക് ഫീൽ ചെയ്യും. ഇന്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ അവര് ഒരു സിനിമയാക്കി അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ലാലേട്ടൻ ഭയങ്കരമായി അതിനകത്ത് സ്കോർ ചെയ്തു നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ ഹൈലൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു സിംഗിൾ പ്ലേ ഉള്ള ഒരു മൂവി അല്ല ഇത്. മറിച്ച് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു മൂവി. അതിനകത്ത് ലാലേട്ടനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അനശ്വര രാജനും. പിന്നെ എടുത്തു പറയേണ്ട ഒരു നടൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിക്കുന്ന നടനാണ്. ആ കൊച്ചിന്റെ പേര് ഞാൻ നോക്കില്ല കേട്ടോ. ആക്ച്വലി അതൊരു തെറ്റ് തന്നെയാണ്. കാരണം അവൻ ഇതിനു മുമ്പ് വേറൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവന്റെ നല്ല ഒരു ആക്ടിങ് ആണ്. അതായത് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അവൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡയലോഗിന്റെ പെരുമഴയൊന്നും ഈ സിനിമയിലില്ല. പക്ഷെ എന്തുകൊണ്ടും പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ്. ക്ലൈമാക്സ് വെറൈറ്റി ആയിട്ടൊരു തീമാണ്. സെയിം സബ്ജക്ട് തന്നെ, എല്ലായ്പ്പോഴും നമ്മൾ കാണുന്ന സെയിം സബ്ജക്റ്റിലെ വെറൈറ്റി രീതിയിൽ ജിത്തു ജോസഫ് അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം ജിത്തു ജോസഫിന്റെ സിഗ്നേച്ചർ ടേണിംഗ്, ട്വിസ്റ്റ്, എവിഡൻസ് കളക്ഷൻ, ഇതൊന്നുമില്ല. അത് ഭയങ്കരമായ ട്വിസ്റ്റും ഭയങ്കരമായ ടേണിങ്സും ഒന്നുമില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളിലൂടെ, പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രൈം ത്രില്ലർ എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു കോർട്ട് റൂം ട്രയൽ ഡ്രാമ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒരു ഡ്രാമ ആയിട്ട് നമുക്ക് ആ ഒരു ജോണറിൽ പെടുത്താവുന്ന ഒരു മൂവിയാണ്. എനിവേ, എന്തായാലും നമുക്കൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അത്യാവശ്യം ഞാൻ കാണുമ്പോൾ തന്നെ ഹൗസ്ഫുൾ ആണ്. നമുക്ക് ഓരോ മൊമെന്റിലും ബോറടിക്കാതെ, ഫസ്റ്റിൽ ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഇച്ചിരി ലാഗിങ് ആണോ എന്ന് തോന്നും. പക്ഷെ പിന്നീട് നമ്മളിങ്ങനെ ബാറ്ററി ചാർജ് ആവുന്ന പോലെ നമ്മളിങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കും. എനിവേ, ടിക്കറ്റ് എടുത്ത് പടം കണ്ടാൽ നഷ്ടമാവില്ല. നമ്മളും ആഗ്രഹിക്കും ഇതുപോലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹമായി മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മളിൽ ഒരു തോട്ടും ഒരു ഫീൽ ഗുഡ്നെസ്സും ഒക്കെ ഇട്ടിട്ടാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. എനിവേ,
good and kudos to all the team, especially Anashwara Rajan and Laletan and everyone. Thank you so much. നമുക്ക് വീണ്ടും കാണാം. Bye bye. Take care.